നമസ്കാരം. പഴുതാരക്കൊല്ലി എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. പല സ്ഥലങ്ങളിൽ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ചെറിയ ഔഷധ സസ്യമാണിത്. പോളിഗോനേസി കുടുംബത്തിലെ മൊക്രൻബെക്കിയ ജനുസിൽ പ്ലാറ്റിക്ലാഡ ഇനത്തിൽപ്പെട്ട സസ്യമാണ് പഴുതാരക്കൊല്ലി. ഇതിന്റെ പേരിന് പിന്നിലുള്ള കാര്യങ്ങൾ നോക്കാം. ഇതിന്റെ ശാസ്ത്രീയ നാമം മൊഹ്ലൻബെക്കിയ പ്ലാറ്റിക്ലാഡ എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ വേറെയും ശാസ്ത്രീയ നാമങ്ങളുണ്ട്. കലാസിനം പ്ലാറ്റിക്ലാഡം, കൊക്കോലോബ പ്ലാറ്റിക്ലാഡ, ഹോമോലോക്ലാഡിയം പ്ലാറ്റിക്ലാഡം, പോളിഗോണം പ്ലാറ്റിക്ലാഡം, സാർക്കോഗോനം പ്ലാറ്റിക്ലാഡം എന്നൊക്കെ ഇതിന് പേരുകളുണ്ട്. മലയാളത്തിൽ ഇതിന് ഒരുപാട് പേരുകളുണ്ട്. പഴുതാരക്കൊല്ലി, പഴുതാരക്കൊല്ലി, പഴുതാരവല്ലി, പഴുതാര ആലി, ചൊറിയൻ പുല്ല്, പഴുതാരച്ചെടി, നായ്പ്പല്ലി, പടംമടക്കി, പണമടക്കി, പഴുതാരപ്പച്ചില, പനമടക്കി, പത്തിമടക്കി, നായപ്പല്ലി എന്നൊക്കെ ഇതിന് പേരുകളുണ്ട്. പഴുതാരയോട് സാമ്യം ഉള്ളത് കൊണ്ടാണ് ഇവയ്ക്ക് ഈ പേര് വരാനായിട്ടുള്ള കാരണം. ഇംഗ്ലീഷിൽ ഇതിനെ ലീഫ്ലെസ് പ്ലാന്റ് എന്നും റിബൺ ബുഷ് എന്നും ടേപ്പ് വേം പ്ലാന്റ് എന്നുമൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഹിന്ദിയിൽ ഇതിനെ റിബൺ ഝാടി എന്നാണ് വിളിക്കുക. തമിഴ് ഭാഷയിൽ ഇതിനെ നടവീരച്ചെടി എന്നാണ് വിളിക്കുക. ഇതിനെ കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ഇതിന്റെ ജന്മസ്ഥലം ന്യൂഗിനിയയിലെ സോളമൻ ദ്വീപുകളാണെന്ന് പറയപ്പെടുന്നു. പ്യൂർട്ടോറിക്ക, ഇന്ത്യ, ബൊളീവിയ, മഡഗാസ്കർ, നിക്രാഗുവ, പാകിസ്ഥാൻ എന്നിവയുൾപ്പെടെയുള്ള പല ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും ഇത് തദ്ദേശീയമായിട്ട് വളരുന്നുണ്ട്. pH 5.5 മുതൽ 6 വരെയുള്ള മണൽ കലർന്ന പശ്ചിമരാശി മുതൽ കളിമണ്ണ് വരെയുള്ള മണ്ണിലും ഇത് നന്നായി വളരുന്നതാണ്. നല്ല വെളിച്ചമുള്ള ഇടത്ത്, ഈർപ്പമുള്ള നല്ല ഈർവാർച്ചയുള്ള മണ്ണിൽ ഇത് വളരുന്നുണ്ട്. കുറച്ച് തണൽ, ചൂട്, ഈർപ്പം ഇവയൊക്കെ സഹിക്കാനായിട്ട് കഴിവുള്ളതാണ് ഈ സസ്യം. രൂപകരണം നോക്കാം. 1 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു ബഹുവർഷ ഔഷധ സസ്യമാണിത്. ഈ ചെടിയുടെ ഇലകൾക്കും തണ്ടിനും പഴുതാരയുടെ സാദൃശ്യമാണ്. പരന്നതും കൂട്ടി യോജിപ്പിച്ചതുപോലുള്ളതും പച്ച നിറമുള്ളതുമായ തണ്ടുകളും അമ്പാകൃതിയിലുള്ള ഇലകളുമുള്ള നിത്യഹരിത കുറ്റിച്ചെടിയാണിത്. ഇരുണ്ട പച്ച നിറത്തിലുള്ള ഇലകൾ നീളമേറിയതും പരന്ന തണ്ടിൽ മാറി മാറി ക്രമീകരിച്ചിട്ടുള്ളതുമാണ്. ഈ കുറ്റിച്ചെടിക്ക് പടരുന്ന പ്രവണതയുണ്ട്. പൂക്കൾ ചെറുതാണ്. വെള്ള മുതൽ ഇളം പിങ്ക് നിറത്തിൽ വരെ പൂക്കൾ കാണപ്പെടാറുണ്ട്. വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന ഇവ വസന്തത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ പൂത്തു നിൽക്കും. പൊതുപയോഗങ്ങളെ നോക്കാം. തോട്ടങ്ങളിൽ അലങ്കാര ചെടിയായി ഇവയെ നട്ടു വളർത്താറുണ്ട്. പ്രകാശമുള്ള സ്ഥലങ്ങളിൽ ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഇവയെ വളർത്താൻ സാധിക്കും. ഔഷധ മൂല്യത്തെ നോക്കാം. പഴുതാരക്കൊല്ലി പൊതുവെ വിഷഹരിയാണ്. മറ്റ് ജീവികളിൽ നിന്നും മനുഷ്യനെ ഉണ്ടാകുന്ന മിക്ക വിഷങ്ങൾക്കും ചൊറിച്ചിൽ, അലർജി എന്നിവയ്ക്കുമൊക്കെ ഈ ചെടി ഔഷധമാക്കാറുണ്ട്. ഔഷധ പ്രയോഗങ്ങളെ നോക്കാം. ഒന്ന്, ഈ ചെടിയുടെ ഇലകൾ പച്ചമഞ്ഞളുമായി സമമരച്ച് പുറമെ തേക്കുന്നത് പഴുതാര, തേനീച്ച, എട്ടുകാലി, തേള് തുടങ്ങിയ ക്ഷുദ്രജീവികൾ കടിച്ചുണ്ടാകുന്ന വിഷത്തിന് പരിഹാരമാണ്. 2, നായയുടെ കടി മൂലമുണ്ടാകുന്ന വിഷത്തിനും ഈ ചെടിയുടെ ഇലകൾ പച്ചമഞ്ഞളുമായി സമം അരച്ച് തേക്കുന്നത് ഗുണം ചെയ്യും. അതുകൊണ്ടാണ് ഇതിന് നായ്പ്പല്ലി എന്ന് പേര് വരാനുള്ള കാരണം. 3, ചൊറിച്ചിൽ, അലർജി പോലുള്ള അവസ്ഥയ്ക്ക് ഇവയുടെ ഇലയും പച്ചമഞ്ഞളും സമം ചേർത്ത് അലർജിയുള്ള ഭാഗത്ത്, ചൊറിച്ചിലുള്ള ഭാഗത്ത് തേച്ച് പിടിപ്പിക്കുന്നത് ഗുണം ചെയ്യുന്നതാണ്. 4, ഇവയുടെ ഇലയും തണ്ടും ഇട്ട് കാച്ചിയ വെള്ളം ചൊറിച്ചിൽ, അലർജി പോലുള്ള അവസ്ഥയ്ക്ക് ലേപനമായിട്ട് ഉപയോഗിക്കാറുണ്ട്. കുളിക്കുന്ന വെള്ളത്തിലും ഇത് ചിലപ്പോൾ ഇട്ട് കുളിക്കാറുണ്ട് ചിലർ, അലർജി ഉള്ളപ്പോൾ. 5, ഇലയും തണ്ടും അരച്ച് വെളിച്ചെണ്ണയിൽ കാച്ചി പുരട്ടിയാൽ ഏത് ചൊറിച്ചിലും പെട്ടെന്ന് മാറുന്നതാണ്. 6, നാൽക്കാലിയുടെ അകിട് വീക്കത്തിന് പഴുതാരക്കൊല്ലി ഉപ്പിൽ ചേർത്ത് അരച്ച് ഇട്ട് കഴിഞ്ഞാൽ ശമനമുണ്ടാകുന്നതാണ്. 7, കട്ടുറുമ്പിന്റെ കടിയേറ്റാൽ ഈ ചെടിയുടെ ഇല അരച്ചു തേച്ചാൽ കട്ടുകഴപ്പ് ഉടൻ മാറും. 8, കടന്നലിന്റെയും തേനീച്ചയുടെയും കുത്തേറ്റ ഭാഗത്ത് ഇതിന്റെ ഇലനീര് പുരട്ടിയാൽ ഉടൻ ശമനം ലഭിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കാം. പൊതുവെ പഴുതാരക്കൊല്ലി പുറമേ ഉപയോഗിക്കാനുള്ള സസ്യമാണ്. ഇത് അകത്ത് സേവിക്കുന്നത് അത്ര ഗുണകരമായിരിക്കില്ല എന്ന കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാകണം. ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ആശംസിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.